ശമ്പള പരിഷ്കരണം അട്ടിമറിക്കുവാനുള്ള ഒരു നീക്കം സർക്കാർ നടത്തുന്നു എന്നുള്ള ഒരു സംശയം ഞങ്ങൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ട്. 6 വർഷമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരന് ലീവ് സറണ്ടർ കിട്ടിയിട്ട് ഈ ഭരണസമിതിയെ നയിക്കുന്നത് CPM അനുകൂല സംഘടനക്കാരാണ്. അവരുടെ ധൂർത്തിനു വേണ്ടി, അവരുടെ കെടുകാര്യസ്ഥതയ്ക്ക് വേണ്ടി, ഇവർക്കെല്ലാവർക്കും അഴിമതി നടത്തുന്നതിന് വേണ്ടി ഈ ക്യാൻറ്റീനിൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ചായ എന്ന് പറഞ്ഞ ദ്രാവകത്തിന് കിട്ടുന്നത് 11 രൂപയാണ്. വെളിയിൽ എല്ലാ സ്ഥലത്തും 10 രൂപയ്ക്ക് ചായ കിട്ടും. തൊട്ടടുത്ത സ്വകാര്യ ഹോട്ടലിലെ ചായയുടെ നിരക്കിനേക്കാൾ, തൊട്ടടുത്തുള്ള സ്വകാര്യ ഹോട്ടലിലെ ചപ്പാത്തിയുടെ നിരക്കിനേക്കാൾ സെക്രട്ടേറിയറ്റ് ക്യാൻറ്റീനിൽ അവർക്ക് ഓരോരോ കാരണങ്ങളാൽ വില കൂട്ടുന്നു. നമസ്കാരം. ഇടത് സർക്കാർ അധികാരത്തിലേറിയത് മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഒന്നാകെ അസ്വസ്ഥരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. DA കുടിശ്ശിക ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നു. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയായ ശ്രീ ഇർഷാദ്. അതായത് സംസ്ഥാന സർക്കാർ ജീവനക്കാരന് 5 വർഷത്തിലൊരിക്കൽ ശമ്പളം പരിഷ്കരിക്കുക എന്നുള്ള അംഗീകൃത തത്വം നിലനിൽക്കുന്ന നാടാണ് കേരളം. അതിൻ പ്രകാരം 2024 ജൂലൈ മാസം 1-ാം തീയതി സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടക്കേണ്ടിയിരുന്നു. എന്നാൽ നാളിതുവരെ അതിനുള്ള യാതൊരുവിധ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. 1 വർഷവും 1 മാസവും കഴിഞ്ഞിരിക്കുന്നു. ഒരു കമ്മീഷനെ പോലും നിയമിച്ചിട്ടില്ല. ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് ഇനി ഒരു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാനുള്ള സമയം ഈ സർക്കാരിന് അവശേഷിക്കുന്നില്ല, കാലാവധി ഈ സർക്കാരിന് അവശേഷിക്കുന്നില്ല. അപ്പോൾ ശമ്പള പരിഷ്കരണം അട്ടിമറിക്കുവാനുള്ള ഒരു നീക്കം സർക്കാർ നടത്തുന്നു എന്നുള്ള ഒരു സംശയം ഞങ്ങൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം തന്നെ 1/1/2019 ശേഷം നമുക്ക് കൃത്യമായി DA തന്നിട്ടില്ല. അതിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരു ദീർഘകാലത്തെ പ്രക്ഷോഭത്തിന് ശേഷം 2 ഗഡു DA തന്നു. അത് PF-ൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള അനുമതി തന്നു. പിന്നീട് അതിനുശേഷം തന്നിരിക്കുന്ന 3 ഗഡു DA-യാണ് ഈ 2ാം LDF സർക്കാർ ജീവനക്കാരന് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ. ഈ 3 ഗഡു DA-ക്കും എന്ത് കൊടുത്തിട്ടില്ല? കുടിശ്ശിക ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഓരോ ഗഡുവിനും 39 മാസത്തെ കുടിശ്ശിക കൊടുക്കാതെ അത് കവർന്നെടുത്തു കൊണ്ടുപോയി. അങ്ങനെ 3 ഗഡു വന്നപ്പോൾ തന്നെ അത് 117 മാസത്തെ കുടിശ്ശിക തട്ടിക്കൊണ്ടുപോയി ഈ സർക്കാർ. അപ്പോൾ ആ തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, ക്ഷാമബദ്ധ ആനുകൂല്യം, 6 വർഷമായി സംസ്ഥാന സർക്കാർ ജീവനക്കാരന് ലീവ് സറണ്ടർ കിട്ടിയിട്ട് ഓരോ വർഷവും അതിലൂടെ നഷ്ടപ്പെടുന്നത് 1 മാസത്തെ പൂർണ്ണ ശമ്പളമാണ്. ഒരു പിടുത്തവുമില്ലാത്ത ശമ്പളം. അതായത് 6 മാസത്തെ ശമ്പളം ഈ സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നു. ഈ സർക്കാർ യഥാർത്ഥത്തിൽ 510 ദിവസത്തെ ശമ്പളം ഇനത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് തുല്യമായ തുക കഴിഞ്ഞ 9 വർഷക്കാലയളവിനുള്ളിൽ സർക്കാർ ജീവനക്കാരിൽ നിന്നും പിടിച്ചു വച്ചിരിക്കുന്നു. ഈ പിടിച്ചുപറിക്കെതിരായിട്ടാണ് ഇത് അടിയന്തരമായി അനുവദിക്കണം. ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് ക്യാൻറ്റീൻ വില വർദ്ധിപ്പിച്ചു. ഞങ്ങൾക്ക് അവസാനമായി ശമ്പള പരിഷ്കരണം നടന്നത് 2019 ശമ്പള പരിഷ്കരണമാണ്. ഇവിടെ 2022 ക്യാൻറ്റീന് വില വർദ്ധിപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് 5 പൈസയുടെ ആനുകൂല്യം ഈ സർക്കാർ തന്നിട്ടില്ല. വീണ്ടും ഇതാ 2025 20 മുതൽ 30% വരെ ക്യാൻറ്റീനിൽ വില വർദ്ധിച്ചിരിക്കുന്നു. തൊട്ടടുത്ത സ്വകാര്യ ഹോട്ടലിലെ ചായയുടെ നിരക്കിനേക്കാൾ, തൊട്ടടുത്തുള്ള സ്വകാര്യ ഹോട്ടലിലെ ചപ്പാത്തിയുടെ നിരക്കിനേക്കാൾ ഈ ക്യാൻറ്റീനിൽ നിന്നും അവിടെ ക്യാൻറ്റീൻ നടത്തിപ്പുള്ള സകല ചെലവ് നിർവഹിക്കുന്ന സർക്കാരാണ്. ഈ ഭരണസമിതിയെ നയിക്കുന്നത് CPM അനുകൂല സംഘടനക്കാരാണ്. അവരുടെ ധൂർത്തിനു വേണ്ടി, അവരുടെ കെടുകാര്യസ്ഥതയ്ക്ക് വേണ്ടി, ഇവർക്കെല്ലാവർക്കും അഴിമതി നടത്തുന്നതിന് വേണ്ടി ഈ ക്യാൻറ്റീനിൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ചായയ്ക്ക് അവിടെ ചായ എന്ന് പറഞ്ഞ ദ്രാവകത്തിന് കിട്ടുന്നത് 11 രൂപയാണ്. വെളിയിൽ എല്ലാ സ്ഥലത്തും 10 രൂപയ്ക്ക് ചായ കിട്ടും. ഒരു വെള്ളം ചായ അല്ല, ഒരു വെള്ളത്തിന് അവിടെ 7 രൂപ കൊടുത്താൽ മതി. ഒരു വെള്ളം ആരും വാങ്ങി കുടിക്കാറില്ല. ഇതാണ് അവിടുത്തെ അവസ്ഥ. ചപ്പാത്തിക്ക് 7 രൂപയാണ്. എന്തുകൊണ്ട് 7 രൂപ? 6 രൂപയ്ക്ക് വെളിയിൽ ചപ്പാത്തി കിട്ടും. പൂർണ്ണ ഹോട്ടലിൽ നിന്നും 6 രൂപയ്ക്ക് ചപ്പാത്തി കിട്ടും. 4 രൂപയ്ക്ക് ഇവിടെ ജയിൽ ചപ്പാത്തി കിട്ടും. പക്ഷേ ഇവരുടെ ശമ്പളം നിർവഹിക്കുന്നത്, അവിടുത്തെ അറ്റകുറ്റപ്പണി നിർവഹിക്കുന്നത്, വെള്ളത്തിന് വാടകയില്ല, വൈദ്യുതിക്ക് നിരക്കൊടുക്കണ്ട, പാചകവാതകം സബ്സിഡി നിരക്കിൽ കിട്ടും, ഭക്ഷ്യസാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കിട്ടും. ശമ്പളം പൂർണ്ണമായിട്ടും സർക്കാർ നിർവഹിക്കും. അപ്പോഴും ഫർണിച്ചർ, അറ്റകുറ്റപ്പണി എല്ലാം സർക്കാർ നിർവഹിക്കും. അപ്പോഴും സെക്രട്ടേറിയറ്റ് ക്യാൻറ്റീനിൽ അവർക്ക് ഓരോരോ കാരണങ്ങളാൽ വില കൂട്ടുന്നു.
വില കൂട്ടിയിട്ട് മര്യാദയ്ക്കുള്ള ഭക്ഷണം കൊടുക്കുമോ? അവിടെ അസ്പൃശ്യതയാണ് നിലനിൽക്കുന്നത്, അയിത്തമാണ് നിലനിൽക്കുന്നത്. അവിടെ ഇരുത്തി ചാപ്പാട് കൊടുക്കില്ല, ഇരിക്കുന്നവന് വിളമ്പി കൊടുക്കില്ല. അവിടെ കോവിഡ് സമയത്ത് ഇവിടെ തുടങ്ങിയ കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ആഹാര വിതരണ രീതിയാണ്. മൂന്നാമതൊരുത്തം വിശന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ചപ്പാക്കുറ്റിക്ക് അടി കൊടുക്കും. അങ്ങനെ ഒരു സാഹചര്യമാണ് സെക്രട്ടേറിയറ്റ് ക്യാൻറ്റീനിൽ നിലനിൽക്കുന്നത്. അവിടെയുള്ള വിലവർധന പിൻവലിക്കണം എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ ആവശ്യം. ഈ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ പടുകൂറ്റം പ്രകടനവും ധർണയും നടന്നിരിക്കുന്നത്. എന്തായാലും ഇവർ നമ്മളോട് പ്രതികരിച്ചത് പ്രകാരം DA കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൂടാതെ സെക്രട്ടേറിയറ്റിലുള്ള ക്യാൻറ്റീനിൽ വലിയ വിലവർധനവാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ഇതാണ് അവസ്ഥ. അതായത് പൊതുവെ പുറത്തുനിന്നുള്ള ഹോട്ടലിൽ നിന്നും ലഭിക്കുന്ന തുകയേക്കാൾ കൂടുതലാണ് ഇവിടെ ഈടാക്കുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.